ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കുഞ്ഞുടുപ്പിൻ്റെ ഒരു വർക്കാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലായിട്ടാണ് വർക്ക് വരുന്നത്. ഇത് ഹാൻഡ് പെയിൻറ്റ് ചെയ്തതിന് ശേഷം കട്ട് ബീഡ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തെടുത്തേക്കാണ്. ഇത് ആക്ച്വലി ഞാൻ വിഷുവിൻ്റെ ടൈമിൽ ചെയ്തെടുത്തൊരു വർക്കായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട മെഷർമെൻറ്റ്സ് ഒന്ന് പേപ്പറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തുണിയിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതൊരു ഹാൾട്ടർ നെക്ക് ഫ്രോക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. പേപ്പറിൽ അളവ് മാർക്ക് ചെയ്യുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ആ അളവ് തുണിയിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തുന്നതേ ഉള്ളൂ. പേപ്പറിൽ ജസ്റ്റ് ഉള്ളിലൊരു ബോക്സ് പോലെ കൊടുത്തേക്കുന്നത് വർക്ക് എവിടെ വരണം എന്നുള്ളത് അടയാളപ്പെടുത്തിയേക്കുന്നതാണ്. മാർക്ക് ചെയ്തപ്പോൾ സ്റ്റിച്ചിങ് അലവൻസ് ആഡ് ചെയ്യാൻ മറന്നുപോയി. അത് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എവിടെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളതും കൂടെ നമുക്കൊന്ന് ഈ തുണിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്ന ഡിസൈൻ. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ ആക്കി എടുത്തതാണ് അതിൻ്റെ. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് എവിടെയാണ് വേണ്ടതെന്നും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ വെച്ച് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് മെഷർമെൻറ്റ് നോക്കി എവിടെയാണ് വേണ്ടതെന്നുള്ളത് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രേസ് എടുക്കാൻ പാടുള്ളൂ. ബോക്സ് പോലെ ഓൾറെഡി മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നോക്കി ഡിസൈൻ ഓൾറെഡി ഫിക്സ് ചെയ്തു. അതിനുശേഷം ട്രേസിങ് പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. സൈഡിൽ നിന്ന് നീങ്ങി പോവാതെ ഒരു സൈഡ് കൈ കൊണ്ട് പിടിച്ചതിന് ശേഷമാണ് ട്രേസിങ് പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ട്രേസ് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ടേബിളിൽ ക്ലോത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്ലോത്തിലേക്കാണ് ഇത് മുട്ടുസൂചി കുത്തി ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അതല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രേസ് എടുക്കാൻ പറ്റും. ഞാൻ മഷി ഇല്ലാത്തൊരു പേനയാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ മഷിയുള്ള പേനയായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗവും വിട്ടു പോകാതെ ട്രേസ് എടുക്കാൻ പറ്റും. ഓൾറെഡി വരച്ച ഭാഗം അതിൽ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ട്രേസ് എടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ട്രേസിങ് പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് കളർ ഫാബ്രിക്കിലേക്കാണ് ട്രേസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതെന്നും കൂടെ കൺസിഡർ ചെയ്യണം. ഇതിപ്പോൾ ഒരു ടിഷ്യൂ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഏറ്റവും നല്ലത് യെല്ലോ കളർ കാർബൺ പേപ്പർ തന്നെയായിരിക്കും. ബ്ലൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൈയൊക്കെ വെച്ച് വരച്ചെടുക്കുമ്പോൾ ആ കൈ വെച്ച പോർഷനിലും കൂടെ ആ ഒരു ബ്ലൂ കളറ് ഫാബ്രിക്കിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോഴും ബ്ലൂ കളറൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കൂടുതൽ ലൈറ്റ് ഷെയ്ഡ്സൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ബ്ലൂ കളറൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ട്രേസ് എടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് മാർക്ക് ചെയ്തോന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ വൺസ് റിമൂവ് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും മാർക്കിംഗ് ആയിട്ടില്ല എന്ന് വെച്ച് രണ്ടാമത് അത് ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതേ പൊസിഷനിൽ വെച്ച് അതേപോലെ മാർക്കിംഗ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാ ഭാഗവും പ്രോപ്പറായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. കാർബൺ പേപ്പർ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടുസൂചിയൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എല്ലാ ഭാഗത്തും മാർക്കിംഗ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഈ 3 കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഫാബ്രിക് പെയിൻറ്റിങ്ങിനെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അതുകൊണ്ട് അത്ര പ്രോപ്പറായിട്ടല്ല ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ ജസ്റ്റ് ഡാർക്ക് പിങ്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ലൈറ്റ് ഷെയ്ഡ് ഉള്ളിൽ വരാൻ വേണ്ടി വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാണ്. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഒരു സൈഡ് ചെയ്ത് പകുതിയാക്കി വെച്ച് അടുത്ത സെറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോന്നും അടുത്തതൊന്നും കൂടെ ബെറ്റർ ആക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് പോയി ഒന്ന് മിനുക്കി കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അത് ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് അറിയില്ല, അതിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഇനി ഇതുപോലെ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ടിട്ട് അത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതാണല്ലോ. ഇനി ഇത് ഫിനിഷ് ആകുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ ആക്ച്വലി വീഡിയോ എടുത്തതിൽ കുറച്ച് ഭാഗം മിസ്സായിപ്പോയി. അതുകൊണ്ട് ഫുൾ ഫ്ലവറും ലീഫും എല്ലാം പെയിൻറ്റ് ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് 2 ഫ്ലവറിൻ്റെ മാത്രമേ പെയിൻറ്റിങ് കാണിക്കുന്നുള്ളൂ.
പിടിപ്പിക്കാൻ വേണ്ടി തലേ ദിവസം രാത്രിയൊക്കെ ആയിട്ട് ഇരുന്ന് പെയിൻറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴും ഫോട്ടോ എടുത്ത് വെക്കാൻ വിട്ടുപോയി. ഫ്ലവറിൻ്റെയും ലീഫിൻ്റെയും ഒക്കെ പെയിൻറ്റിങ് തീർന്നതിന് ശേഷമുള്ള ആ ഒരു ഫോട്ടോ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വർക്ക് എങ്ങനെ ചെയ്തേക്കുന്നത് നോക്കാം. ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് എല്ലാ പെറ്റൽസിൻ്റെയും സൈഡിൽ കൂടെ ചെയ്തെടുത്തേക്കാണ്. അരി നീഡിൽ വെച്ച് അരി വർക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിലിപ്പോൾ കാണാൻ പറ്റും ഒരു ഫ്ലവറിൻ്റെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫ്ലവറിൻ്റെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അരി വർക്ക് അറിയാത്തവർക്ക് കൈകൊണ്ട് ഓരോ ബീഡ്സ് വെച്ച് തുന്നിയെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൽ പെട്ടെന്ന് തീരാൻ വേണ്ടി അരി വർക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ വർക്കിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്നത്. അതുപോലെ വെറുതെ നീഡിലും ത്രെഡൊക്കെ വാങ്ങി ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയതാണ് അരി വർക്ക് ചെയ്യാൻ. ഞാൻ പ്രൊഫഷണലി ട്രെയിൻഡ് അല്ല, യൂട്യൂബ് നോക്കിയിട്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുത്തത്. കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുകയെന്നുണ്ടെങ്കിലും അരി വർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ സ്പീഡിലും പെർഫെക്ഷനിലും നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ ആളുകളും ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ബുദ്ധിമുട്ടാണ് എന്നുള്ള പോലെ വേണ്ടാന്ന് വെക്കലാണ് പതിവ്. ആ ഒരു പോയിൻ്റ് ഒന്ന് ഓവർകം ചെയ്ത് നമ്മൾ പിന്നെയും പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഞാനും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് ശരിയാവുന്നില്ല, ഫിനിഷിങ് ഇല്ല എന്നൊക്കെ തോന്നിയപ്പോൾ നിർത്തിയതാണ്, ഇനി ചെയ്ത് നോക്കണ്ട എന്നുള്ള പോലെ. പിന്നെ ഒരു വർക്ക് കിട്ടി, അത് അരി വർക്കായിട്ട് ചെയ്താൽ ശരിയാവുള്ളൂ എന്ന് തോന്നി. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കി. ആ അറ്റംപ്റ്റിലാണ് ഇതിൻ്റെ സക്സസ് ആയത്. പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് അരി വർക്ക് സ്പീഡായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ചെയ്യാനുള്ള ഒരേ ഒരു വഴി. ശരിയാവുന്നില്ലെങ്കിലും നമ്മൾ പിന്നെയും ചെയ്യുമ്പോൾ തന്നെ ശരിയായിട്ട് വരും. ഇതിൽ വേറെ പാറ്റേൺസോ ഫ്ലവേഴ്സോ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഔട്ട്ലൈൻ പോലെ ഓരോ പെറ്റൽസിനും ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് കൂടുതൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഫ്ലവറും ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ക് നോക്കാം. അരി വർക്ക് അറിയുന്നവർക്ക് അങ്ങനെ, അതല്ലെങ്കിൽ കൈകൊണ്ട് തുന്നിയെടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ആയാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. കുട്ടികളുടെ ഉടുപ്പിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഡിസൈൻസൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിട്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള വീഡിയോസും കൂടെ ഞാൻ ആഡ് ചെയ്യാം. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെയും കൂടെ കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ സ്റ്റിച്ചിങ്ങും കൂടെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.